നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 20 interpersonal skills that are valuable in various personal and professional settings. Active listening, giving full giving രൂപേഷേട്ടാ, പേടിച്ചു പോയി. എവിടെ പോയതായിരുന്നു? ഞാൻ വന്ന് നോക്കിയപ്പോ ആള് കാണുന്നില്ല. ഇതെന്താ? ഇത് ഞാൻ ദർശനയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയൊരു ഗിഫ്റ്റാ. അതിങ്ങനെ എന്താ ഇതിനകത്ത്? ഇപ്പൊ തുറക്കല്ലേ? ഇത് പിന്നെ തുറന്നു നോക്കുമ്പോ മനസ്സിലാവും. ഈ ഡ്രസ് ഇട്ടോണ്ട് പെട്ടെന്ന് ഹാളിലേക്ക് വരണം. ഞാൻ ഹാളിൽ കാണും. എന്തിനാ? അതൊക്കെ പറയാം. പെട്ടെന്ന് പോയി ഡ്രസ് ഇട്ടോണ്ട് വന്നേ. രൂപേഷേട്ടാ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇങ്ങോട്ട് തന്നെ. പഠിത്തമൊക്കെ പിന്നെ. ഞാൻ നിന്റെ ഭർത്താവാ. ഞാൻ പറയുന്നത് അതുപോലെ കേട്ടോണം. ഞാനേ താഴെ കാണും. ദർശനെ, പെട്ടെന്ന് ഡ്രസ് ഇട്ടിട്ട് വാ താഴോട്ട്. എന്താ നോക്കി നിക്കുന്നേ? പെട്ടെന്ന് ഇട്ടോണ്ട് വാ. അപ്പച്ചി, ചോട്ടു നിക്ക് 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 നിക്ക്. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക് നിക്ക്. അമ്മേ, ചെറിയമ്മേ നിക്ക്, പോവല്ലേ. ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ എവിടെ? ആരും പോവല്ലേ, ഇവിടെ തന്നെ നിക്കണേ. എന്താ കാര്യം പറ. പവ്യങ്ങളെ, എന്താ കാര്യം? ഇവന് ഭ്രാന്തായോ? ഒന്ന് വേഗം വാ. വാ. എന്താണ്? വാ വാ വാ. എന്താ? വാ, അതൊക്കെ പറയാം. അമ്മേ, വാ പോയി നോക്കാം. എന്താ? എന്താ എന്താ മോനെ? എന്താ പറയാമേ? ഒരു മിനിറ്റ്. മോനെ, എന്താ? പറയാമേ, ഒരു മിനിറ്റ് കൂടി. എന്തിനാടാ വിളിച്ചു കൂവുന്നേ? എന്താ കാര്യം വെച്ചാ പറ. അതൊക്കെ ഉണ്ട്, പറയാം. എവിടെ? നോക്കിയേ. എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ, പോ പോ.
ഈ പോലീസ് യൂണിഫോമിൽ എങ്ങനെയുണ്ട് എന്റെ ദർശനം? സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്താ രൂപേഷേട്ടാ, ദർശനം ഫാഷൻ പരേഡിന് പോവാണോ? നീ അസൂയയും പിടിച്ച് ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്നോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫാഷൻ പരേഡായിട്ടൊക്കെ തോന്നും. പക്ഷേ നാളെ എന്റെ ദർശന യഥാർത്ഥ IPS ആയിട്ട് വരുമ്പോ നിങ്ങളുടെയൊക്കെ മുട്ടിടിക്കും. ദർശനെ വാ വാ. ഇതേന്നറിയാലോ, പണ്ടേ എനിക്ക് പോലീസുകാരൊക്കെ അടുത്ത് കാണുമ്പോ അടിവയറ്റിന്നൊരു ഉരുണ്ട് കേറ്റുവാ. ദർശനെ യൂണിഫോമിൽ കണ്ടപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. ദേ ഇപ്പോഴെന്റെ വിറയില് മാറിയിട്ടില്ല. പോലീസിനെ കാണുമ്പോഴുള്ള നിന്റെ ഈ പേടിയുണ്ടല്ലോ, നിന്റെ അപ്പൂപ്പന്റെ കസ്റ്റഡി കഥകൾ കേട്ടിട്ടാ. അതൊക്കെ വിട്ടേക്ക്. പക്ഷേ ദർശന IPS യൂണിഫോമിൽ വന്നത് കണ്ടിട്ട് നിനക്ക് ഭയം തോന്നിയെങ്കിൽ ആ ഭയം നീ മാറ്റിയെടുക്കണം. മനസ്സിലായില്ലല്ലേ? അവൾ ചിലപ്പോ അതേ യൂണിഫോമിൽ സ്ഥിരമായി വന്നേക്കാം. അതിനുള്ള ആർജവം അവൾക്കുണ്ട്. ഇതേട്ടാ, അവൾ IPS കാര്യായാല് പണി കിട്ടാൻ പോകുന്നതേ ഗിരിജയ്ക്കാ. സുമംഗലേട്ടത്തെ ജയിലിൽ കയറ്റാൻ ഗിരിജ കളിച്ച കളി തൊട്ട് ഒരു 100 കണക്കുകള് ദർശനം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതറിഞ്ഞിട്ടാണോ നീ ഇപ്പോഴും ഗിരിജയുടെ വാലിൽ തൂങ്ങി നടക്കുന്നത്? അത് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന കാഴ്ചപ്പാടിലാ. സ്വത്ത് കൈവിട്ടു പോകുന്നുള്ള ഭയത്തിലാ. അർഹതപ്പെട്ടതേ നമുക്കും കിട്ടണ്ടേ? അർഹതപ്പെട്ടതോ? കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ എന്താണ് നമുക്ക് അവകാശപ്പെട്ടത്? ഒന്നുമില്ല. ഏട്ടന്റെ സ്വത്തിന് അനുജന് എന്ത് അവകാശം? ഏട്ടനത് എന്തു പറ്റി? അതെ രഞ്ജിനി, അച്ഛന്റെ സ്വത്തിന് മക്കൾക്ക് അവകാശമുണ്ട്. അതുപോലെ അവകാശമുണ്ടോ ഏട്ടന്റെ സ്വത്തിന് ഈ അനുജന്? എന്റെ ഏട്ടന്റെ സ്വത്തിന് ഏട്ടന്റെ ഭാര്യയുടെ സഹോദരന് എന്താ അവകാശം? എല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ എന്ന് കരുതി ഏട്ടൻ നൽകിയ സ്നേഹത്തിന് പകരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സ്വത്താ. ഏത് കോടതിയിൽ പോയാലാ ഏട്ടന്റെ സ്വത്തിന് അനുജന് അവകാശം കിട്ടുക? പിന്നെ സ്വത്തല്ലേ നമുക്കും വേണം. അതിന് ചില തന്ത്രങ്ങളൊക്കെ നമ്മളും പയറ്റും. അത് പക്ഷേ ഗിരിജയെ പോലെ കൊന്നൊടുക്കിയിട്ട് നമുക്കൊന്നും നേടിയെടുക്കണ്ട. ഇത്തരം കാര്യങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ പോലും ഗിരിജയ്ക്ക് കൂട്ടുനിൽക്കരുത് നീ. ചേച്ചിയോടും ദർശനയോടും നയത്തിൽ നിന്ന് നമ്മുടെ കാര്യം നേടിയെടുക്കണം. നമ്മൾ കണ്ടതുപോലെ ദർശന നാളെ IPS കാരിയായാലും നമ്മളെ അവൾ ഉൾക്കൊള്ളണം.